കണ്ണൂർ വിമാനത്താവളത്തിൽ നിർദ്ദിഷ്ട ഹജ്ജ് ഹൌസിന്റെ നിർമ്മാണം എത്രയും പെട്ടെന്ന് തുടങ്ങണമെന്ന് കണ്ണൂർ ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. 2025 ബഡ്ജറ്റിൽ 5 കോടി ഇതിനായി പ്രഖ്യാപിച്ചുവെങ്കിലും ഹജ്ജ് ഹൌസിന്റെ നിർമ്മാണ പ്രവർത്തനം ഒരിഞ്ച് പോലും മുന്നോട്ടു പോയിട്ടില്ല. ഓരോ വർഷവും ഹജ്ജ് തീർത്ഥാടകരുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇടപെട്ട് അടുത്ത ബഡ്ജറ്റിൽ ഹജ്ജ് ഹൌസിന് വേണ്ടി കൂടുതൽ തുക അനുവദിക്കണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് 2026 വലിയ ഫ്ലൈറ്റുകളാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിരുന്നത്. അങ്ങനെയാണെങ്കിൽ 400ഓളം യാത്രക്കാരെ അവർക്ക് കയറ്റി പോകേണ്ടി വരും. അപ്പോ 400 ആള് യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിലാണെങ്കിൽ നമുക്ക് 800 ആളുകളെ അക്കോമഡേറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഒരു സാഹചര്യവും ഇന്ന് കണ്ണൂരില്ല, അല്ല മട്ടന്നൂർ എയർപോർട്ടിന്റെ ഭാഗങ്ങളിലില്ല, ഒരു ഭാഗത്തുമില്ല, ഒരു ഹോട്ടൽ പോലും ഇല്ല. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ കാർഗോ സെക്ഷനിലാണ് നമ്മൾ ആളുകളെ സ്വീകരിച്ചത്, പാർപ്പിച്ചത്. ആ കാർഗോ സെക്ഷനൊക്കെ കാർഗോന്റെ പണി തുടങ്ങി അവര് പ്രവർത്തനം ആരംഭിച്ചതിന്റെ ഭാഗമായിട്ട് കാർഗോ സെക്ഷൻ കിട്ടുമോ എന്ന് പോലും നമുക്കറിയില്ല. അങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് കണ്ണൂർ വിമാനത്താവള പ്രാവശ്യത്തെ ഹജ്ജിന്റെ ആളുകൾ കടന്നുപോയ ആ ഒരു ആശങ്കയിലാണ് ഈ വെൽഫെയർ അസോസിയേഷൻ, ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ ഉള്ളത്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമുക്കിപ്പോ കണ്ണൂരിൽ നിന്ന് ഒരു മെമ്പർ, കാസർഗോഡിൽ നിന്ന് 2 മെമ്പർ, ഒരു നോഡൽ ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായിട്ട് ഭരണാനുമതി വാങ്ങിയെടുക്കുന്നതിന് വേണ്ടി PWD വിഭാഗം ഇതിന്റെ എസ്റ്റിമേറ്റും അതുപോലെ ഇതിന്റെ പ്ലാനും വകുപ്പ് മന്ത്രിക്ക് കൊടുത്തിട്ട് ആ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ ഉടമയാണ് ഈ ഫയലുകൾ മുഴുവൻ. ആ ഫയലിൽ ഒരടിപോലും നീക്കാൻ ആ വകുപ്പ് മന്ത്രിയുടെ ഓഫീസിന് സാധിച്ചിട്ടില്ല എന്നതാണ് ഒരു ഭയാനകരമായ കാര്യം എന്നുള്ളത്. അവർക്ക് ഇത് നടക്കുന്നില്ല, മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ വലിയ വിഷയം എന്ന് പറയുന്നത്, ഇത് കോഴിക്കോടുള്ള ലോബി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളൊരു സംശയം നമുക്കുണ്ട്. കാരണം കോഴിക്കോട് 2023 യാത്ര തിരിച്ചത് 5000ഓളം ആളുകളായിരുന്നു ഹജ്ജിന് യാത്ര വെച്ചത്. അത് 2026 എത്തി നിൽക്കുമ്പോൾ 1000 ആളുകളാണ് ഇപ്രാവശ്യം ഹജ്ജിന് കോഴിക്കോട് ഹജ്ജ് ക്യാമ്പിൽ നിന്ന് പുറപ്പെടുന്നത്, എംബർക്കേഷൻ വഴി പുറപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊച്ചിയും കണ്ണൂരും കോഴിക്കോടും അപേക്ഷിച്ച് മൂന്ന് റേറ്റാണ്. കണ്ണൂരിൽ പൈസ കുറവാണ്, അതേപോലെ കൊച്ചിയിൽ പൈസ കുറവാണ്. പക്ഷെ കോഴിക്കോട് വലിയ തുക കൊടുത്തിട്ടാണ് ഹജ്ജിന് ആളുകൾക്ക് പോകേണ്ടി വരുന്നത്. പക്ഷെ അവർ പറയുന്ന കാരണം വലിയ ഫ്ലൈറ്റ് ഇറങ്ങാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് എന്നാണ്. പക്ഷെ നമ്മൾ എയർലൈൻസിന്റെ ടെൻഡർ വിളിക്കുമ്പോൾ വേറെ ടെൻഡറുമാണ് ഇപ്പോ എയർലൈൻസിനെ വിളിക്കുന്നത്. അങ്ങനെ ഒറ്റ ടെൻഡർ വിളിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും. എല്ലാവർക്കും 3 എംബർക്കേഷൻ പോയിന്റിൽ നിന്നും ആളുകൾക്ക് യാത്ര തിരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും എന്നാണ് ഞങ്ങൾക്കിപ്പോ ഹജ്ജ് വെൽഫെയർ അസോസിയേഷൻ സമിതിക്ക് പറയാനുള്ളത്. അതുപോലെ എത്രയും പെട്ടെന്ന് ഹജ്ജ് ഹൗസ് നിർമ്മിച്ച് ഇനി മുന്നോട്ട് പോയില്ലെങ്കിൽ കണ്ണൂരിന്റെ എംബർക്കേഷൻ പോയിന്റ് നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു ഭയം നമുക്കുണ്ട്. അതിൽ എത്രയും പെട്ടെന്ന് മുഖ്യമന്ത്രി ഇടപെട്ടുകൊണ്ട് നാളെ ബജറ്റിൽ കൂടുതൽ തുക വകനിർത്തിക്കൊണ്ട് എത്രയും പെട്ടെന്ന്, ഇപ്പൊ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇതിങ്ങനെ അനന്തമായി നീണ്ടുപോകും. അപ്പൊ നീണ്ടുപോയി കഴിഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹജ്ജിന്റെ ആളുകൾ കണ്ണൂരിലേക്ക് വരുമ്പോൾ അവരെ സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ട്, അവരെ പാർപ്പിക്കാനുള്ള ബുദ്ധിമുട്ട്, അവർക്ക് ഭക്ഷണം നൽകാനുള്ളത്, അവർക്ക് ഉറങ്ങാനും വിശ്രമിക്കാനുള്ളത്, അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഇന്ന് കണ്ണൂർ എയർപോർട്ടിലുണ്ട്. അത് എത്രയും പെട്ടെന്ന് പരിഹരിച്ച്, ഒരു ദിവസം പോലും വൈകാതെ എത്രയും പെട്ടെന്ന് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് വെൽഫെയർ കമ്മിറ്റിക്ക് ആവശ്യപ്പെടാറ്. റസാഖ് മണക്കായി, ഹനീഫ കാരക്കുന്ന്, KN ഹാഷിം, താജുദ്ദീൻ മട്ടന്നൂർ, റഫീഖ് വളോര എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ, വീൽ ട്രീറ്റ് യു വെൽ, ചാല ഈസ്റ്റ്, കണ്ണൂർ.